This video is sponsored by കാലടി ആദിശങ്കരമഠം തെലങ്കാനയിലേക്ക് സ്വാഗതം. കാലടി ആദിശങ്കരമഠത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള ഒരു വിഭാഗമാണ് കർമ്മമണ്ഡപം അഥവാ റിച്വൽസ് ആക്ടിവിറ്റീസ്. ആചാര പരമോധർമ്മ. ആചാരമാണ് പരമമായിട്ടുള്ള ധർമ്മം. ആചാരമില്ലെങ്കിൽ മനുഷ്യനല്ലാതെയാവും, മൃഗമായി മാറും. അത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആചാരം ഇല്ലാതെയാവുമ്പോൾ മനുഷ്യൻ എങ്ങനെ മൃഗമാവുന്നു നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ സമൂഹത്തിലും സമാജത്തിലും കാണുന്ന കാര്യമാണ്. ഇവിടെ ഒരു മനുഷ്യനെ ഈ ആചാരങ്ങളിൽ നിന്ന് വഴിതെറ്റിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒരാളുടെ ബർത്ത്ഡേ ആണ്. കാരണം പണ്ട് കാലത്ത് എന്താണോ ബർത്ത്ഡേ, എങ്ങനെയാണോ ബർത്ത്ഡേ ആഘോഷിച്ചിരുന്നത്, ഇന്ന് എങ്ങനെയാണോ ആഘോഷിക്കുന്നത്, ഇതെല്ലാവർക്കും അറിയാം. ആക്ച്വലി ഒരു ബർത്ത്ഡേ എന്താണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് വളരെ നല്ല ദിവസമാണ് എന്ന്. പക്ഷേ ആസ്ട്രോളജി പ്രകാരം ഒരു വർഷത്തിലെ ഏറ്റവും ചീത്ത ദിവസമായിട്ടാണ് നമുക്ക് ആ പിറന്നാൾ ദിനം കണക്കാക്കപ്പെടുന്നത്. കാരണം സൂര്യനും ചന്ദ്രനും അടുത്തടുത്ത് വരുന്ന സമയം, നമ്മൾ ജനിച്ച അതേ മാസത്തിൽ സൂര്യൻ സഞ്ചരിക്കുകയും അതേ രാശിയിൽ തന്നെ ചന്ദ്രൻ വരികയും ചെയ്യുമ്പോൾ ഗ്രഹണത്തിൽ എന്ത് സംഭവിക്കുന്നു? ഗ്രഹണം നേർരേഖയിൽ സൂര്യനും ഭൂമിയും ചന്ദ്രനും വരുമ്പോൾ ഗ്രഹണം സംഭവിക്കുന്നു. ഇത് അടുത്തടുത്ത് പ്രോക്സിമിറ്റി, അടുത്തടുത്ത് ഈ 3 ഗ്രഹങ്ങളും വരുമ്പോൾ അതും അനുകൂലമല്ല എന്നുള്ളതാണ് ആസ്ട്രോളജിയുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് പിറന്നാൾ ദിവസം നല്ലതല്ല, വ്രതമിരിക്കേണ്ട ദിവസമാണ്, ശുഭകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നും അതെ പിറന്നാൾ ദിവസം, പിറന്നാൾ മാസം തന്നെ, ജന്മമാസം വിവാഹാദി കാര്യങ്ങളോ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല. ദൈവകാര്യങ്ങൾ മാത്രം ചെയ്യേണ്ട സന്ദർഭമാണ്, സമയമാണ്, വ്രതമിരിക്കേണ്ട മാസമാണ്, ദീക്ഷ ഇരിക്കേണ്ട മാസമാണ്. അതുകൊണ്ടാണ് ദീക്ഷയുടെ ലക്ഷണമാണ് മുടി വെട്ടാതിരിക്കുന്നത്. അങ്ങനെ മുടി പോലും വെട്ടാൻ സമ്മതിക്കില്ല പണ്ടുള്ള ആൾക്കാരെ. ഇതൊക്കെ നമ്മൾ പ്രായമുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം മറന്നുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ ആചാരങ്ങൾ എന്താണ് പിറന്നാൾ, അതിനെന്താണ് ചെയ്യേണ്ടത്, ഇതിന് നമ്മളിവിടെ ഒരു മാതൃക നമ്മളിവിടെ ആചാരമണ്ഡപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ബർത്ത്ഡേ പൂജ. അവരൊരു ജനിച്ച മാസത്തിലെ മലയാള മാസം നക്ഷത്ര ദിവസമാണ് പിറന്നാളായിട്ട് ആഘോഷിക്കേണ്ടത്, ഇംഗ്ലീഷ് ഡേറ്റ് അല്ല. ആ ദിവസം എന്താണ്, ഒരു ദിവസം ഉദയം മുതൽ അസ്തമയം വരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അതെല്ലാം നമുക്കിവിടെ മഠത്തിൽ ഒരു പാക്കേജോടുകൂടി ചെയ്യാൻ പറ്റുന്ന അതാണ് ബർത്ത്ഡേ പൂജ. അപ്പോൾ സാധാരണ പണ്ടത്തെ കാലത്ത് ഒരു പിറന്നാളുണ്ടെങ്കിൽ ആ പിറന്നാളിന് 6 കാര്യങ്ങൾ നമ്മൾ ചെയ്യുമായിരുന്നു. നമ്മൾ അറിഞ്ഞിട്ടല്ല, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ 6 രീതിയിൽ ഒരു പിറന്നാളിനെ നമ്മൾ ആഘോഷിക്കും. അത് 1 ദേവപൂജ, 2 ഗോപൂജ, 3 വൃക്ഷപൂജ, 4 ഗുരുപൂജ, 5 ആത്മപൂജ, 6 അന്നപൂജ. ഒന്നുകൂടി പറയുകയാണെങ്കിൽ ആദ്യത്തെ ദേവപൂജ. ദേവപൂജ എന്ന് പറയുന്നത് നമ്മൾ അമ്പലത്തിൽ പോകുന്നു, ദേവനെ പ്രാർത്ഥിക്കുന്നു, വഴിപാട് കഴിക്കുന്നു, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ചെയ്യുന്നു, ഇത് തന്നെയാണ് ദേവപൂജ എന്ന് പറയുന്നത്. 2ാമത് ഗോപൂജ, പശുക്കളെ, മൃഗങ്ങളെ, മനുഷ്യൻ മാത്രമല്ല ഭൂമിയുടെ അവകാശി മറ്റ് ജന്തുക്കളുണ്ട്, അവരെയും കൂടി നമ്മൾ കൺസിഡർ ചെയ്യാൻ പരിഗണിക്കണം എന്നുള്ളതാണ് ഗോപൂജയുടെ പരമതത്വം. പ്രത്യേകിച്ച് ഗോക്കൾ, പശുക്കൾ ഇല്ലാതെ മനുഷ്യ ജീവിതം തന്നെ സാധ്യമല്ല. അത്രയും പ്രാധാന്യമാണ് പശുക്കൾക്കുള്ളത്. ആ പശുവിനെ നമ്മൾ ആദരിക്കുന്നു, അതിനെ പൂജിക്കുന്നു. അതാണ് ഗോപൂജ. 3ാമത് വൃക്ഷമില്ലാതെയും ഭൂമി തന്നെ ഇല്ലാതെയാവും. വൃക്ഷങ്ങളില്ലാതെയായി കഴിഞ്ഞാൽ പ്രപഞ്ചത്തിൽ ഓക്സിജൻ ഇല്ലാണ്ടായാൽ പിന്നെ നിലനിൽപ്പുണ്ടാവില്ല. അപ്പോൾ വൃക്ഷങ്ങളെ പണ്ടുകാലം മുതലേ വൃക്ഷങ്ങളെ പൂജിക്കുക, അതിനെ നിലനിർത്തുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. വൃക്ഷങ്ങളെ നിലനിർത്തും തോറും മനുഷ്യന് ആരോഗ്യം ഉണ്ടാവും, ആയുസ്സുണ്ടാവും. അതുകൊണ്ട് വൃക്ഷപൂജ അതാണ് ഉദ്ദേശിക്കുന്നത്. 4 ഗുരുപൂജ, ഗുരുക്കളെ വന്ദിക്കാൻ പഠിക്കുക, ഗുരുവിൽ നിന്നുള്ള ഉപദേശത്തോടെ ജീവിക്കാൻ പഠിക്കുക, അതാണ് ഗുരുപൂജ. അടുത്ത് ആത്മപൂജ എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മാഭിമാനം ഉണ്ടാവണം. അതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അത് വർദ്ധിപ്പിക്കാനായിട്ട് ആത്മപൂജ. 6ാമത്തെ അന്നപൂജ. അന്നമാണ് പരമമായിട്ടുള്ള നമ്മുടെ എന്താ പറയുക ഊർജം. നമുക്ക് ഊർജം തരുന്നത് അന്നത്തിലൂടെയാണ്. ആ അന്നലക്ഷ്മിയെ, അന്നദാതാവിനെ, അന്നമാതാവിനെ, അന്നപൂർണേശ്വരിയെ പ്രാർത്ഥിക്കുക. എന്നും നല്ല രീതിയിൽ അന്നം ലഭിക്കാൻ യോഗമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് മാത്രമല്ല നമ്മുടെ കൂടെ മറ്റുള്ളവർ കൂടെ കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാവട്ടെ. അതാണ് അന്നം ദാനം ചെയ്യുന്നതിലൂടെ, സദ്യ നടത്തുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ്
ബർത്ത്ഡേ പൂജയുടെ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഇവിടെ വരാം. ഇതെല്ലാം ഇവിടെ നടത്തി ഉച്ചയ്ക്ക് സദ്യ എത്ര ആളായാലും വിരോധമില്ല. ഒരു 200 ആൾക്ക് വരെ ഉള്ള കപ്പാസിറ്റി കാലടി ആദിശങ്കര മഠത്തിന് ഇപ്പോൾ ഉണ്ട്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. എല്ലാ രീതിയിലുള്ള ആചാരങ്ങളും നടത്താനും നല്ല രീതിയിൽ എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് ഇപ്പോൾ മുന്നോട്ട് ആ ദിവസം വളരെ അനുഗ്രഹീതമാക്കി തീർക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ബർത്ത്ഡേ നിങ്ങളൊരു ഹോട്ടലിൽ പോയി ആഘോഷിക്കുന്നതിന് പകരം നമ്മുടെ ആചാരങ്ങൾ മുറുകെ പിടിച്ച് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. മഠം നിങ്ങളോടൊപ്പം ഉണ്ടാവും. എല്ലാ ആചാരങ്ങൾക്കും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ബർത്ത്ഡേ പൂജ നടത്താൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 8350903080 നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താഴെ കാണുന്ന ലിങ്ക് വഴി നേരിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. This video is sponsored by